ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് അനുവാദമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു തീർക്കാം. സ്വാമിജി ഉണ്ട്, എല്ലാവരും ഉണ്ട്. വളരെ ഡിവൈൻ ആയിട്ടുള്ളൊരു മോമെന്റും ഒക്കേഷനായിട്ട് ഞാനിത് കാണുന്നു. അപ്പൊ നേരത്തെ ഹോം മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഡ്രഗ്സ് is a dirty business. അത് പറയാനുള്ള കാരണം പോസിബിളി ആ ക്യാരക്ടർ ബിസിനസ്സുകാരനായതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പറയേണ്ടത് drugs is a nasty business, nasty habit, and it is a deadly habit. So what do we say now? Drugs is a dirty habit and it is a deadly habit. Drugs means death. Drugs ennu parnal life alla. You choose drugs, you choose death for certain. Drugs ഉപയോഗിച്ച് ആരും ജീവിച്ചിരുന്നിട്ടില്ല. അവര് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഡ്രഗ്സിന്റെ എഫക്റ്റിൽ കുറച്ചു കാലം ഇങ്ങനെ ജീവിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവാം. ദേ ആർ നോട്ട് ലിവിങ്. കാരണം ഡ്രഗ്സ് തുടങ്ങി ആരും നല്ല ഒരു മരണം എല്ലാവർക്കും കിട്ടുക. ദേ വിൽ ഹാവ് എ വെരി സ്ലോ ആൻഡ് എക്സ്ക്രൂഷിയേറ്റിംഗ് ഡെത്ത്, പെയിൻഫുൾ ഡെത്ത് ആണ്. ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല. കാരണം നേരത്തെ അഗൈൻ രമേശ് പറഞ്ഞതുപോലെ ഇത് ഞാനൊരു 6 കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗം നടത്താൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരാളാണ് ഞാൻ. 6 കൊല്ലം മുമ്പ് ആ വീഡിയോസ് ഇപ്പോഴും ചിലപ്പോ എനിക്ക് തന്നെ ആൾക്കാർ ഫോർവേഡ് ചെയ്ത് തരുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഇസ് സോ റെലവെന്റ് ഈവൻ ടുഡേ. ഈ 6 കൊല്ലം നമ്മൾ ചേഞ്ചസ് ഒന്നും വലുതായിട്ട് കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ദി ലോബി, ഈ ഡ്രഗ്സ് വിൽക്കുന്ന ലോബി, ഡ്രഗ്സ് ഡീൽ ചെയ്യുന്ന ഈ ബിസിനസ് ലോബി, ഡ്രഗ്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറയുന്ന ആ ബിസിനസ്, ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫോഴ്സ്ഫുൾ, വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ കാർട്ടൽസ് ഇൻ ദ വേൾഡ്. ഇത് തമാശയായിട്ട് പറയല്ല. ദിസ് ഇസ് എൻ ഇന്റർനാഷണൽ കാർട്ടൽ. ഈ കാർട്ടലിന്റെ ടെന്റക്കിൾസ് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഓരോ മുക്കിലും കോർണറിലും, നൂക്ക് ആൻഡ് കോർണറിലുണ്ട്. അപ്പൊ അവരെ നമുക്ക് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഡ്രഗ് മെനസ് നിർത്താമെന്ന് പറയുന്നതിനോട് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അത് കോമൺ സെൻസിക്കൽ അപ്രോച്ചിൽ തന്നെ അത് മനസ്സിലാവുമായിരിക്കും. എന്നെ അലട്ടുന്ന ഒരു കാര്യം, അതിവിടെ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ടും ഞാൻ 6 കൊല്ലം മുമ്പ് സംസാരിച്ചത് ഇവിടെ ഇരിക്കുന്ന ഒരു സ്കൂളിൽ പോയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറയാണ്, ഇപ്പോ നമ്മൾ എവിടെയോ സംവെയർ അലോങ് ദി ലൈൻ ഇതൊക്കെ ഒരു അക്സെപ്റ്റബിൾ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു സമയം എത്തിപ്പോയോ എന്നൊരു ഭയമുണ്ട്. ഇത് ഞാൻ 6 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് പുതിയൊരു കാര്യമല്ല പറയുന്നത്. പക്ഷെ ഈ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു റിയൽ ചേഞ്ച് വരണമെങ്കിൽ ദ ചേഞ്ച് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം അസ്, ഫ്രം ഇൻഡിവിജ്വൽസ്. സൊസൈറ്റി മാറിയിട്ട് ഞാൻ മാറാമെന്ന് പറയുന്നതല്ല ശരി. കാരണം നമ്മൾ മാറിയാലേ സൊസൈറ്റി മാറുള്ളൂ. നിങ്ങൾ സാധാരണ ഒരു പേപ്പർ റിപ്പോർട്ട് വായിച്ചാൽ നമ്മൾ ഓണം കഴിഞ്ഞ ദിവസമോ വിഷു കഴിഞ്ഞ ദിവസമോ ഒരു ഹോളിഡേ കഴിഞ്ഞ ദിവസമോ വന്നു കഴിഞ്ഞാൽ ആദ്യം ഹെഡ്ലൈൻ കാണുന്നത് കേരളം ഇത്ര മദ്യം കുടിച്ചു, അല്ലേ? അങ്ങനെയല്ലേ കാണാറ്? ഇസ് ദാറ്റ് എ ഗുഡ് തിങ്? ഇപ്പൊ നേരത്തെ ഹോം മിനിസ്റ്റർ പറഞ്ഞതുപോലെ, ഒരു കാലത്തെ പഞ്ചാബ് എന്ന് പറഞ്ഞതുപോലെ, വി ആർ ഇൻ കോമ്പറ്റീഷൻ എന്ന് തോന്നിപ്പോ. അപ്പൊ നമ്മൾ ഇത്രയും മദ്യം കുടിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണോ? ഇസ് ദാറ്റ് നോട്ട് സോ ഡിമീനിങ്? നമുക്ക് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ഡിമീനിങ് ആയിട്ടൊരു കാര്യമല്ലേ ഇത്രയധികം മദ്യം കുടിച്ചു എന്ന് പറയുന്നത്? അപ്പോ ഈ മദ്യത്തിനായാലും സ്മോക്കിങ്ങിനായാലും സിഗരറ്റ്സിനായാലും അതിനൊരു അക്സെപ്റ്റബിലിറ്റി വരാൻ പാടില്ല. സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഒക്കെ ഡ്രഗ്സിന്റെ ഭാഗം തന്നെയാണ്. ഡ്രഗ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ കെമിക്കൽ ഡ്രഗ്സോ അല്ലെങ്കിൽ മാരുവാന തൊട്ട് മുകളിലേക്കുള്ള പല ഗ്രേഡ്സ് ഉള്ള സാധനം മാത്രമല്ല. ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന സമയത്ത് സ്മോക്കിംഗ് വരും. ഇറ്റ് ക്യാൻ ഓൾസോ ടേക്ക് ഇൻ ആൽക്കഹോൾ. അപ്പൊ ഇതിൽ നിന്നാണ് സാധാരണ തുടക്കം എപ്പോഴും സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ആയിരിക്കും. അവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിനൊരു എൻകറേജ്മെന്റ് കിട്ടുന്നത്. സോ ടുഡേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഐ സെഡ് ഡ്രഗ്സ് ഈസ് എ ഡെഡ്ലി, നാസ്റ്റി ആൻഡ് അൺഅക്സെപ്റ്റബിൾ ഹാബിറ്റ് എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സമയമാണ്. ഡ്രഗ്സ് ഇസ് നോട്ട് മിയർലി എ ഡർട്ടി ബിസിനസ്, ഇറ്റ് ഇസ് ഓൾസോ എ ഡർട്ടി ഹാബിറ്റ്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ തന്നെ ഇന്ന് പറയുന്ന ഓരോ വാരിയറും, തൂഫാൻ വാരിയർ എന്ന ഹോം മിനിസ്റ്റർ എന്ന് ഡിക്ലെയർ ചെയ്ത ഓരോരുത്തരും, നിങ്ങൾ എല്ലാവരും, ഇറ്റ് ഇസ് ഫോർ യു ടു നൗ ടേക്ക് ദ വേർഡ് ടു ദ വേൾഡ്. ഡ്രഗ്സ് ഞങ്ങൾ ചെയ്യില്ല ആൻഡ് വി വിൽ നോട്ട് ബി വീക്ക് ഇൻ അക്സെപ്റ്റിംഗ് ഡ്രഗ്സ്. നമ്മൾ സാധാരണ ഡ്രഗ്സിൽ അത് ഈ സിനിമയുടെ ഇൻഫ്ലുവൻസ് ആണോ എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈവൻ അതർവൈസ് ചില സമയത്ത് സൊസൈറ്റൽ ഇൻഫ്ലുവൻസസിന്റെ ഭാഗമായിട്ട് ഈ സ്മോക്ക് ചെയ്യുന്ന സ്റ്റൈലും, അത് ഇവൻ സൂപ്പർ സ്റ്റാർസ് ഒക്കെ തന്നെ ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നതൊക്കെ കാണുന്ന നമ്മൾ സിനിമയിൽ കണ്ട് കോരിത്തിരിക്കാറുണ്ട്, അല്ലേ? സിഗരറ്റ് ഫ്ലിപ്പ് ചെയ്ത് മുകളിൽ പോയി ഗണ്ണോട് ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്ന് പിടിച്ച് സ്മോക്ക് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ചെറുപ്പത്തിൽ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ
ഞാനിപ്പോൾ സിനിമ കണ്ടിട്ട് കുറെ കാലമായതുകൊണ്ട് എനിക്ക് അറിയില്ല ഇപ്പോൾ സെയിം കൈൻഡ് ഓഫ് സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടോ എന്നുള്ളത്. ഏതായാലും അങ്ങനത്തെ കുറെ സ്റ്റീരിയോ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യുകയും ഡ്രഗ്സും ആൽക്കഹോളൊക്കെ വളരെ എന്താ പറയാ ഒരു ഗ്ലോറിഫൈഡ് ഫോമിൽ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഇത് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർ സ്ട്രോങ് അല്ല, ദേ ആർ ദ വീക്കസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. ഇത് വേണ്ട എന്ന് വെക്കുന്നതാണ് സ്ട്രെങ്ത്. ഡ്രഗ്സ്, ആൽക്കഹോൾ, സ്മോക്കിംഗ് വേണ്ട എന്ന് വെക്കുന്നതാണ് ഗ്ലാമർ. അതായിരിക്കണം ഗ്ലാമർ. ടു ടോക്ക് ടു ദ വേൾഡ് ആസ് ഐ ഡു. ഞാനിത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഐ ഡോണ്ട് ഡു ഡ്രഗ്സ്, ഐ ഡോണ്ട് ഡു സ്മോക്കിംഗ്, ഐ ഡോണ്ട് ഇവൻ ഡ്രിങ്ക്, ഐ ഡോണ്ട് ഇവൻ ടേക്ക് ടീ ഓർ കോഫി എന്ന് ഞാൻ പറയുന്നത് ഏറ്റവും എന്താ പറയാ വിത്ത് ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് പ്രൈഡ് ആണ് ഞാൻ പറയുക. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഇസ് ഗ്ലാമർ. Not to do this is glamour. To do it is not glamorous. To do ആർക്കും സ്മോക്ക് ചെയ്യാം, ആർക്കും ഡ്രിങ്ക് ചെയ്യാം, ആർക്കും ഡ്രഗ്സ് കഴിക്കാം. അതിന്റെ പ്രലോഭനത്തിൽ വീഴാതിരിക്കുന്നതാണ് ശക്തി. ആ ശക്തിയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ചോദിക്കുന്നത്. ഐ എം ആസ്കിംഗ് യു ഫോർ ദാറ്റ് സ്ട്രെങ്ത്. ആ സ്ട്രെങ്ത് നമുക്ക് കാണിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന മെനസ് ഇല്ലാണ്ടാവും. കാരണം ഇവിടെ ഇരിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ആയാലും ഐ നോ ഓൾ ഓഫ് ദം പേഴ്സണലി, ഐ നോ മോസ്റ്റ് ഓഫ് ദി പോലീസ് ഓഫീസേഴ്സ് ഓൾസോ. ദേ ആർ ഓൾ ഡൂയിങ് എ ഫാന്റാസ്റ്റിക് ജോബ്. അവരുടെ ലിമിറ്റേഷൻസ് നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നോട് പറഞ്ഞു വി വാണ്ട് ദി സപ്പോർട്ട് ഓഫ് ദി ജുഡീഷ്യറി ഓൾസോ എന്ന് ആ സമയം കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ദി ജുഡീഷ്യറി ഈസ് ഓൾസോ വിത്ത് യു ബിക്കോസ് വി ആർ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. ഇൻഫാക്ട് ഐ ഹാവ് ദി ഓണർ ഓഫ് റൈറ്റിംഗ് ഒരു ലാർജർ ബെഞ്ച് എന്ന് പറയും, 5 ജഡ്ജസിന്റെ ബെഞ്ചാണത്. അതിൽ ജഡ്ജ്മെന്റ് അത് ഹെഡ് ചെയ്യാനും ജഡ്ജ്മെന്റ് എഴുതാനുമുള്ള ഭാഗ്യം എനിക്കായിരുന്നു. വേർ ഐ സെഡ് ദാറ്റ് ഈവൻ സ്മോൾ ക്വാണ്ടിറ്റിയിൽ മൾട്ടിപ്പിൾ ടൈംസ് പിടിച്ചു കഴിഞ്ഞാൽ കാപ്പ ചുമത്തണം എന്ന് പറഞ്ഞ ഒരു ബെഞ്ചാണ് ഞങ്ങളുടെ. വി ഹാവ് ഓൾറെഡി സെഡ് ദാറ്റ്. അപ്പൊ മറ്റേത് ഒരു സ്ഥിരമായിട്ടൊരു പല്ലവി ഉണ്ടായിരുന്നു, സ്മോൾ ക്വാണ്ടിറ്റി അല്ലേ അതിനെന്താ കുഴപ്പം, കൂടി വന്ന 5000 അല്ലെങ്കിൽ 10000 ഫൈൻ അടിച്ച് പുറത്തു വരാം. നോ, ദ ലോ ഡസ് നോട്ട് സേ ദാറ്റ്. സോ ദ ലോ ഈസ് ഓൾസോ സ്ട്രോങ്. ഇനി വേണ്ടത് നമ്മൾ സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോ തൂഫാൻ വാരിയറും let us be strong, let us say no. And ഇത് ഒരാഴ്ച മുമ്പ് ഞാൻ രമേഷ്ജിയുടെ ഒരു പ്രോഗ്രാമിൽ ഹരിപ്പാട് ഹോം മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡ് ഞാനായിരുന്നു ചീഫ് ഗസ്റ്റ്. ഹി വാസ് ഗ്രേഷ്യസ് ടു കോൾ മീ ആൻഡ് ഐ പാർട്ടിസിപ്പേറ്റഡ്. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നുന്നു ഹോം മിനിസ്റ്റർക്ക് ഓർമ്മയുണ്ടാവും. ഐ സെഡ് ലെറ്റ് us say no. ആൻഡ് നോ എന്നുള്ള വേർഡിന്റെ അതിന്റെ ശക്തിയാണ് നമുക്ക് വേണ്ടത്. സേ നോ, ബിക്കോസ് ഐ സ്റ്റോപ്പ് ബൈ ടെല്ലിങ് യു അഗൈൻ, ഡ്രഗ്സ് കഴിച്ച ആരും ജീവിച്ചിരുന്നിട്ടില്ല. ഡ്രഗ്സ് കഴിച്ച ആരും നന്നായിട്ട് ജീവിച്ചിട്ടില്ല. ഡ്രഗ്സ് കഴിച്ച ആരും സുഖമായി മരിച്ചിട്ടില്ല. ഡ്രഗ്സ് തുടങ്ങിയ എല്ലാവരും വളരെയധികം നരകിച്ചും വളരെയധികം മെഡിക്കലും മറ്റുള്ള ഇന്റർവെൻഷൻസ് വേണ്ടി വന്നും കൊല്ലങ്ങളോളം മാസങ്ങളോളം നരകിച്ചും വിഷമിച്ചുമാണ് ജീവിച്ചിരിക്കുന്നത്. വൈ ഷുഡ് വി ഡു ദാറ്റ്? വി ഹാവ് എ വണ്ടർഫുൾ ലൈഫ്. യു ആർ ഓൾ ബ്ലെസ്ഡ്. വി ആർ ഓൾ ബ്ലെസ്ഡ്. വി ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് ലൈഫ്. വൈ സ്നഫ് ഇറ്റ് ഔട്ട് വിത്ത് ഡ്രഗ്സ്? ഡ്രഗ്സ് ഈസ് ഡെത്ത്. Drugs is not life. Not to do drugs is glamorous. To do drugs is weakness. ഇത് മനസ്സിൽ വെക്കുക. This is the only thing that I want to tell you in the limited time that I have. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഞാനാണ് ഈ വേദി കുറച്ച് ലേറ്റ് ആക്കിയത്. ഇനിയും ലേറ്റ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഈ പറയുന്ന വേർഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കയറ്റുകയും നിങ്ങൾ പുറത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും മറ്റുള്ളവരോടും പറയാൻ സാധിച്ചാൽ we will be doing our society a great favor. Thank you for this great opportunity. ഞാൻ ഒരു ചെറിയ ഒരു അപ്പോളജിയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താമെന്ന് വിചാരിക്കുന്നു. എന്നോട് ജഗസ്വാമി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവന്റിനെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കത് കൺഫേം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കാരണം ഈ സമയത്ത് ഐ വാസ് സപ്പോസ് ടു ബി ഔട്ട് ഓഫ് എറണാകുളം ഇന്ന് ഒറിജിനൽ ഷെഡ്യൂൾ അനുസരിച്ച്. ഇൻഫാക്ട് ഐ എം ഡിലേയിങ് ഇറ്റ് ആൻഡ് ഗോയിങ് ഇൻ ദി ആഫ്റ്റർനൂൺ. മോർണിംഗ് മഹാരാഷ്ട്രയിൽ കുറെ ജഡ്ജസും ഇന്ന് കേരള വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെയായിരുന്നു രാവിലെ. സോ അത് കഴിഞ്ഞ് ഇവിടെ എത്തി. അത് കഴിഞ്ഞ് ഞാൻ വേറെ സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് നോട്ട് ഷുവർ ഇഫ് ഐ ക്യാൻ മേക്ക് ഓൾ ദിസ്. പക്ഷെ ഇതെനിക്ക് മിസ് ചെയ്യാൻ സാധിക്കില്ല. ദിസ് ഇസ് സംതിങ് വിച്ച് ഐ വാണ്ടഡ് ടു പാർട്ടിസിപ്പേറ്റ്. സോ I just wanted to say, Jagoswami, you did not do me a favor. Even I did not do you a favor. You did me a favor. കാരണം എനിക്ക് എന്റെ വോയിസ് ഈ രീതിയിൽ എനിക്ക് കോടതിയിൽ പോലും ചിലപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല. ബിക്കോസ് വി ഹാവ് ലിമിറ്റേഷൻസ് on the expressions that we have. But either എനിക്ക് I want to tell you and keep that in mind. ആ ഒരു assurance എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ, കുറച്ച് പേരെങ്കിലും ആ assurance എനിക്ക് തരുകയാണെങ്കിൽ, I think the purpose of this is completely fulfilled. Thank you for the great opportunity. And I want to say one more thing and stop. നമ്മുടെ police officers are doing a fantastic job. നേരത്തെ ഹോം മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ they are really, the force is selfless and they are doing a great job. Small aberrations കാണും, അത് കുറ്റം പറയാൻ എളുപ്പമാണ്.
പക്ഷേ recognize what they are doing, recognize what the society is responding to. Now we have to give them a fitting response. നമ്മൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന ജോലി റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിന്ന് അതിനൊരു ഫിറ്റിംഗ് റെസ്പോൺസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ this nation will be now completely altered. It will be completely different, and that is a vision that we have. So last, drugs is a nasty habit. Thank you so much.